അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 2ാമത്തെ പാഠം അദ്ദർസു സാനി, പാഠം 2, അത്തഖ്വ. തഖ്വ എന്നതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് പാഠഭാഗവും കൂടാതെ തദ്രീബാത്തും കൂടി നമുക്ക് നോക്കാം. നാം ജീവിതത്തിൽ പെരുന്നാൾ, വിവാഹം, വിനോദയാത്ര, വിജയം തുടങ്ങിയ സന്തോഷ നിർഭരമായ അവസരങ്ങളിലൂടെയും രോഗം, ദാരിദ്ര്യം, ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കൽ, പരാജയം തുടങ്ങിയ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകും. നമ്മുടെ ജീവിതത്തിൽ പെരുന്നാൾ, വിവാഹം, വിനോദയാത്ര, വിജയം തുടങ്ങിയ സന്തോഷ നിർഭരമായ അവസരങ്ങളിലൂടെയും രോഗം, ദാരിദ്ര്യം, ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കൽ, പരാജയം തുടങ്ങിയ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകും. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടും വിധം തഖ്വ ഉള്ളവരായി നാം ജീവിക്കുകയും വേണം. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടുന്ന വിധം തഖ്വ ഉള്ളവരായി നാം ജീവിക്കുകയും വേണം. അപ്പോൾ അള്ളാഹു നമുക്കൊപ്പമുണ്ടാകും. അള്ളാഹു അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിശ്ചയം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാറ ഉസ്രി അബായിലാ. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാറ ഉസ്രി ഹബായിലാ. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഖുർആൻ പല സ്ഥലങ്ങളിലും തഖ്വയുടെ ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ, ഇവിടെ 8ഓളം ഗുണങ്ങൾ പറയുന്നുണ്ട്. 1, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ. 2, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. 3, പ്രയാസങ്ങൾ നീങ്ങൽ. 4, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. 5, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ. ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ. 6, പാപമോചനം നേടൽ. 7, നരകമോചനം നേടൽ. 8, സ്വർഗപ്രവേശനം ലഭിക്കൽ. നാം പരമാവധി അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബഇസ് സയ്യിഅത്തൽ ഹസന തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. അത് പാപത്തെ മായ്ച്ചു കളയും. മനുഷ്യരോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറുക. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഭാഗത്തിൽ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാമെന്നതാണ്. ചോദ്യം 1, തഖ്വ എന്നാൽ എന്ത്? തഖ്വ എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. ചോദ്യം 2, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആര്? അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആര്? ഉത്തരം, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. ചോദ്യം 3, തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ 3 എഴുതുക. തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ 3 എഴുതുക. ഉത്തരം, തഖ്വ കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ: 1, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ. 2, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. 3, പ്രയാസങ്ങൾ നീങ്ങൽ. 4, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. 5, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ. 6, പാപമോചനം നേടൽ. 7, നരകമോചനം നേടൽ. 8, സ്വർഗ പ്രവേശനം ലഭിക്കൽ. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ചോദ്യം 2, തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായില. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, കഴിഞ്ഞുപോയ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ തഖ്വ ഉള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞുപോയ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ തഖ്വയുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? സന്തോഷവേളകളിൽ അള്ളാഹുവിനെ മറന്ന പ്രവൃത്തി ഉണ്ടാവാതിരിക്കൽ ഇത് തഖ്വയുടെ ഒരു ഭാഗമാണ്. സന്തോഷത്തിലും അള്ളാഹുവിനെ ഓർമ്മ വേണം എന്നുള്ള ഒരു പരിശോധനയാണ്, ആത്മപരിശോധനയാണ് ഇതിലൂടെ നാം നടത്തേണ്ടത്. സന്തോഷവേളകളിൽ അള്ളാഹുവിനെ മറന്ന പ്രവൃത്തി ഉണ്ടാവാതിരിക്കണം. ഇത് തഖ്വയുടെ ഒരു ഭാഗമായി കാണണം. സന്തോഷത്തിലും അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാകണം എന്നുള്ള ആത്മപരിശോധന നമ്മളിൽ ഉണ്ടാകണം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.